ഹലോ, വെൽക്കം ടു വിന്യൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹോട്ട് ഡോഗ് ബൺ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഹോട്ട് ഡോഗ് ബൺ തന്നെ വേണമെന്നൊന്നുമില്ല. സാധാ ബ്രെഡിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ബണ്ണുണ്ടെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഹോട്ട് ഡോഗ് ബൺ ചിക്കൻ സാൻഡ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്, ബോൺലെസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് 1 ടീസ്പൂണിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യുവാണ്. 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇടുവാണ്. എരിവിനനുസരിച്ച് നിങ്ങൾ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് ഒന്ന് മാറ്റി വയ്ക്കണേ. അപ്പോഴേക്കും അതിനകത്ത് ആ ഉപ്പും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കുരുമുളകും ഒക്കെ നന്നായിട്ടൊന്ന് ആ ചിക്കനിൽ പിടിച്ച് വരും. ചിക്കൻ അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞ്, അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓയിൽ അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുവാണ്. ഞാനിപ്പോൾ 2 രീതിയിലാണ് ഇവിടെ ഹോട്ട് ഡോഗ് ബൺ ചിക്കൻ സാൻഡ്വിച്ച് ചെയ്യുന്നത്. ഒന്ന് ഈ ഒരു പെപ്പർ വെച്ചിട്ടുള്ള ചിക്കൻ മാത്രം വെച്ചിട്ടൊരു സാൻഡ്വിച്ച് കുട്ടികൾക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ വലിയ ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മസാല ചിക്കൻ സാൻഡ്വിച്ച് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുവാനാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നത് നമ്മൾ പെപ്പർ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ആയിരിക്കും കേട്ടോ. ചിക്കൻ അപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ അത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ചെറിയ ചെറിയ പീസസായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ചിക്കൻ അപ്പോൾ മാറ്റി വെച്ചു. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് ടൊമാറ്റോ, പിന്നെ ലെറ്റസ് ലീവ്സ്, പിന്നെ ബ്ലാക്ക് ഓലിവ്സ്, കുറച്ച് ഓണിയനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും കുറേശ്ശെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി വീണ്ടും പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാളയുടെ ഹാഫ് പോർഷൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഉള്ളി അപ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പം ഓണിയൻ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഓണിയൻ അപ്പോൾ ചെറുതായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയ ടൊമാറ്റോ കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിക്കും വേണ്ടിയിട്ട് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യുവാണ്. ഇതൊരു 5 ഹോട്ട് ഡോഗ് ബൺ ചിക്കൻ സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഈ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുവാണ്. ഒരു 1/2 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുവാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുവാണ്. ഒരു പിഞ്ചിന് വേണ്ടിയിട്ട് ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യുവാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ഒരു ചിക്കൻ മസാലയൊക്കെ ചെയ്ത് നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നതിന് കുറച്ച് പോർഷൻ ചിക്കൻ ഫ്രൈ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല, കാര്യം കൊച്ചു കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് പെപ്പർ മാത്രം വെച്ചിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് കൊടുക്കുന്നതായിരിക്കും അവർക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഫുൾ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടില്ല, പകുതി പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളേ.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂണിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി സോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 1 ടീസ്പൂണിന് വേണ്ടിയിട്ട് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ട് ആ ചിക്കൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ മസാല ഒന്ന് തണുത്ത് വരുന്ന ടൈം കൊണ്ട് ഹോട്ട് ഡോഗ് ബണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ബണ്ണൊക്കെ ഞാനപ്പോൾ ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് ബണ്ണിനകത്ത് എങ്ങനെയാണ് ചിക്കൻ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മയണൈസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഹോട്ട് ഡോഗ് ബണ്ണിൻ്റെ നടുക്ക് ഒരു പോക്കറ്റ് മാതിരി ഉണ്ടാവും. അതിലേക്ക് ഞാൻ കുറച്ച് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് ഏത് വേണോ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. മയണൈസ് ഇഷ്ടമുള്ളവർക്ക് മയണൈസ്, അതല്ല ടൊമാറ്റോ കെച്ചപ്പാണ് ഇഷ്ടമെന്നുള്ളവർക്ക് അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് പുരട്ടി കൊടുക്കുക ബണ്ണിൽ. ഇപ്പോൾ 2 സൈഡും ഇതേപോലെ ഒന്ന് പുരട്ടിയതിന് ശേഷം ചിക്കൻ മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരുന്നത് വെച്ച് കൊടുക്കുവാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒലിവ്സ് നേരത്തെ സോൾട്ട് ആഡ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ലെറ്റസ് ലീവ്സിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുവാണ്. ഹോട്ട് ഡോഗ് ബൺ മസാല ചിക്കൻ സാൻഡ്വിച്ച് അപ്പോൾ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവേ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഹോട്ട് ഡോഗ് ചിക്കൻ ബൺ സാൻഡ്വിച്ചും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെപ്പർ വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈയിലെ അത് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതേപോലൊരു ഹോട്ട് ഡോഗ് ബൺ എടുക്കുക. ഇതിലേക്ക് കുറച്ച് മയണൈസ് ആഡ് ചെയ്യുവാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണോ അത് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മയണൈസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് നേരത്തെ പെപ്പർ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ ഇതേപോലെ ഒരെണ്ണം അവർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് പെട്ടെന്ന് വയറ് ഫില്ലാവുകയും ചെയ്യും, അവർ ഹാപ്പി ആയിട്ട് കഴിക്കുകയും ചെയ്യേ. ഇനി ഇതിലേക്ക് ടൊമാറ്റോയും അതേപോലെ തന്നെ ഒലിവ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലെറ്റസ് ലീവ്സേ. അപ്പോൾ അതെല്ലാം നമ്മൾ മസാല ചിക്കൻ സാൻഡ്വിച്ച് ചെയ്തില്ലേ അതിൽ പോലെ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹോട്ട് ഡോഗ് ബൺ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ബ്രെഡിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബണ്ണിൽ വേണമെങ്കിലും എല്ലാവർക്കും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇതൊന്ന് റോൾ ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റും. അതേപോലെ നമ്മളെ വിശപ്പ് പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.